നമസ്കാരം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊന്നിനെയും പറ്റിയല്ല. വളരെ എല്ലാവരും ന്യൂസ് ചാനലുകളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ്സ് തേടിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ വാറിനെ പറ്റിയെന്ന്. വാറിനെ പറ്റി പറയുമ്പോൾ വേറെ ഒന്നുമില്ല, കൂടുതലൊന്നും പറയാനില്ല. യുദ്ധം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, യുദ്ധം മാനവരാശിക്ക് നല്ലതല്ല. യുദ്ധം എവിടെയും ഒരു വിജയവും കൊണ്ടുവരുന്നില്ല. യുദ്ധം ഒരുപാട് കെടുതികൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഒരുപാട് കുടുംബങ്ങളുടെയും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുക, അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേരുടെ ഭാവി ഇല്ലാതാക്കുന്ന കാര്യമാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട്. മറ്റേ സിറിയ, ലെബനൻ, എങ്ങനെ ഇരുന്ന രാജ്യങ്ങളാണെന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്തായിരുന്നു സിറിയയുടെയൊക്കെ അവസ്ഥ എന്നുള്ളത്. ഈ യമൻ, ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഉക്രൈൻ, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വേറൊന്നുമല്ല, നമ്മൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെ അത് നമ്മുടെ നാടിനെ എഫക്ട് ചെയ്തു, അതായത് ഇന്ത്യയെ എങ്ങനെ എഫക്ട് ചെയ്തു, കേരളത്തിനെ എങ്ങനെ എഫക്ട് ചെയ്തു, അതുപോലെ കേരളത്തിലെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വലിയ വലിയൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ആലോചിച്ച് നോക്കി. ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കുറിച്ചും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അണികളെ കുറിച്ചുമാണ്. കാരണം വേറൊന്നുമല്ല, വളരെ ശക്തമായി അവർ ഇറാന് വേണ്ടി വാദിച്ച്, പിന്നെ പണ്ടവർ സദ്ദാം ഹുസൈന് വേണ്ടി വാദിച്ചിരുന്നു. സദ്ദാം ഹുസൈനിന്റെ ഫ്ലക്സൊക്കെ അടിച്ച് റോഡും കൂടെ അങ്ങനെ പറന്ന് നടക്കേനു, അതായത് സദ്ദാം ഹുസൈനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇവരൊക്കെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ വരുന്നത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ചരിത്രം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്കറിയാം, എങ്ങനെ പ്രസന്റിൽ ജീവിക്കണമെന്ന് നമുക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ഞങ്ങൾ ഒരു ബുദ്ധിജീവിയാണെന്ന് പറയുന്നത്. അത് പണ്ടേ ഉള്ളൊരു കാര്യമാണല്ലോ, ഒരു പാർട്ടി ബുദ്ധിജീവി എന്നൊക്കെ പറയുമ്പോൾ. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ആദ്യം പറയട്ടെ. കാരണം ഇവരെന്തറിഞ്ഞിട്ടാണ് ഇറാന്റെ അലി ഖമനയുടെ മരണത്തിനെയും അതുപോലെ തന്നെ ഇറാനെയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് ആക്ച്വലി ഇവർ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ എന്താ പറയാ ഗതികേടിൽ, അതായത് ഇറാന് സംഭവിച്ച ഈ ഒരു യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഈ അലി ഖമനേ എന്ന് പറയുന്ന വ്യക്തി, ഇറാനിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കമ്മ്യൂണിസം തകർത്ത വ്യക്തി എന്ന് പറയുന്ന ഒരുപാട് പേരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസം മാത്രമല്ല, പല മതവിഭാഗങ്ങൾ അങ്ങനെയൊക്കെ അടിച്ചമർത്തിയിട്ടാണ് ഖമനേ ഇറാന്റെ സുപ്രീം ലീഡറായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസത്തിനെതിരെയൊക്കെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത, ഒരുപാട് പേരെ വെട്ടിക്കൊല്ലൽ മാത്രമല്ല തൂക്കിക്കൊല്ലലും അങ്ങനെയുള്ള പല തരത്തിലുള്ള കൊല്ലലുകളിലൂടെ വംശനാശം വരുത്തിയ ഒരു വ്യക്തി ആയിരുന്നു അലി ഖമനി. അപ്പൊ അയാളെയാണ് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ അവരുടെ തത്വങ്ങളോടും അതുപോലെ തന്നെ എന്താ പറയാ അവരുടെ രീതികളിലും വന്ന് വരുന്ന അവര് നാട്ടിലൊക്കെ കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധികളോട് കാണിക്കുന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ കാണുന്നതല്ല. അപ്പൊ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ കാണിക്കുന്നത് ഒരുപക്ഷെ ചരിത്രം അറിയാത്തതുകൊണ്ടായിരിക്കും, ബുദ്ധിജീവി എന്ന് സ്വയം നടിച്ച് നടക്കുന്നുണ്ടായിരിക്കും. അതാ വഴിയിൽ വിട്ടേക്കാം, പോട്ടെ. അപ്പൊ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളെ മറ്റുള്ള പാർട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനകത്ത് മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, BJP ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സപ്പോർട്ടോ അല്ലെങ്കിൽ എതിർക്കലോ എവിടെയും ഞാൻ അധികമായി കാണുന്നില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ആവട്ടെ, പോട്ടെ. അപ്പൊ പാർട്ടികളുടെ കാര്യം പറയുമ്പോൾ അതവിടെ, ജനങ്ങളാണെങ്കിൽ അതായത് അതിലും വലിയ കോമഡിയാണ്. എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയി തോന്നുന്നത്, ഇറാൻ ആക്രമിച്ചത് പിന്നെ ഗൾഫ് രാജ്യങ്ങളെയാണ്, നമുക്ക് അന്നം തരുന്ന പിന്നെ രാജ്യങ്ങളാണെന്നൊക്കെ. സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈന്, ഖത്തർ, UAE, ഒമാൻ, ഈ രാജ്യങ്ങളെ തന്നെ എടുത്ത് എല്ലാ രാജ്യത്തിനും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അന്ന് ഖത്തർ രാവിലെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടിട്ടുണ്ട്. എത്ര എണ്ണം ഞങ്ങൾ തകർത്തു, എത്രയാണ്, 3 ക്രൂയിസ് മിസൈലും അതുപോലെ തന്നെ 100 ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെയാണ് ഖത്തർ തകർത്തത്. പോരാത്തതിന് 2 ഇറാന്റെ Su-24 ഫൈറ്റർ ജെറ്റ്സും അവർ തകർത്തിട്ടുണ്ട്. UAE കാര്യം മഹാകഷ്ടമാണ്. UAE തകർത്തതിന് കണക്കില്ല, 600-ലധികം എന്നൊക്കെയാണ് കണക്ക്. അപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇത് ഇറാന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കുന്നുണ്ട്, അതായത് ഇറാനെ ശരിയായില്ല, അങ്ങനെയായില്ല, ഇങ്ങനെയായില്ല എന്നൊക്കെ. എൻ്റെ സംശയം ഏതാണ്, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്ത് ആവശ്യത്തിനാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചത്? ഓക്കെ, അംഗീകരിക്കാം. US എയർ ബേസസ് അല്ലെങ്കിൽ നേവൽ ബേസസ് ഇതിനൊക്കെ മാത്രമായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ
അവിടുന്ന് ഒന്നോ രണ്ടോ ഒന്ന് മാറി അതിന്റെ തൊട്ടപ്പുറത്തോ അപ്പുറത്തോ വീണിരുന്നെങ്കിൽ അതങ്ങ് നമുക്ക് നേവൽ ബേസിന് മാത്രമേ ആക്രമിച്ചുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിവാക്കാൻ വരുന്നു. പക്ഷെ എന്തർത്ഥത്തിലാണ് ഇറാൻ റെസിഡൻഷ്യൽ ഏരിയാസ്, സിവിലിയൻസിനെ ആക്രമിക്കാൻ തുനിഞ്ഞത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇത് ഇറാനെ അനുകൂലിക്കുന്ന ഓരോരുത്തരും, എനിക്ക് ഇറാനോട് ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നത് US-ഉം ഇസ്രായേലും ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് നല്ലൊരു ടൈറ്റ് ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയായിരുന്നു ഞാൻ. കാരണം അവരെ ആക്രമിച്ചു. അപ്പൊ അതിനനുസരിച്ച് US-നൊരു, ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ പല രീതികളും കാണുമ്പോൾ വെനസ്വേല അങ്ങനെയുള്ള സ്വന്തം US-ന് വേണ്ടിയിട്ട് മാക്സിമം ചെയ്യുക എന്നല്ലെങ്കിൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളൊരു നിലയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയോ എന്ന് ചോദ്യം, അതൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ US-ന് ഒരു തിരിച്ചടി നേരിട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അൾട്ടിമേറ്റ്ലി ഭീഷണികൾ പലതാണെങ്കിലും ഓക്കെ. എന്നാലും പക്ഷെ അതിനുശേഷം ഇറാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സങ്കടമായി. കാരണം ആ ഖമനേയി മരിച്ചതോടുകൂടി, ഒരുപക്ഷെ അയാൾ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊക്കെയായിരുന്നു സംഭവിക്കുക. കാരണം ഖമനേയി മരിച്ചതോടുകൂടി അത് തന്നെ വലിയൊരു പരാജയമാണ് ഇറാന്. സുപ്രീം കമാൻഡർ അല്ലെങ്കിൽ സുപ്രീം ലീഡർ ഒരൊറ്റ ദിവസം കൊണ്ട് വിത്തിൻ ഹാഴ്സ് മരണപ്പെടുക, അതിൻ്റെ കൂടെ ഒരു ഭരണം കയ്യാളിയിരുന്ന ഒരു പിരമിഡ് തന്നെ ഠിൻ പറഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറാൻ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. കാരണം ചൈനയുടെ അടുത്തും ഒക്കെ കിട്ടിയ സാധനങ്ങൾ അവരെടുത്തുണ്ട്. അപ്പൊ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇറാന്റെ ലീഡേഴ്സിന് മുഴുവൻ ചാരമാക്കിയത് ഇസ്രായേൽ ആണ്, അതുപോലെ തന്നെ അമേരിക്കൻ കൂടി ചേർന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ഇറാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. സകലമാന ഗൾഫ് കൺട്രികളിലേക്ക് മിസൈലുകൾ, പലതരത്തിലുള്ള മിസൈലുകൾ, പലതരത്തിലും വിധത്തിലുമുള്ള മിസൈലുകളാണ് അയച്ചത്. ഇത് എന്തോ ദൈവകൃപ കൊണ്ടോ എന്താ പറയാ, പൂർവികന്മാരുടെ പുണ്യം കൊണ്ടോ, അങ്ങനെയുള്ള നമ്മൾ പറയാ, പൂർവികന്മാരുടെ പുണ്യം കൊണ്ടോ ആപത്തുകളൊന്നും അധികം സംഭവിച്ചില്ല. ആലോചിച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബുദ്ധി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രെയിൻ വെച്ച് നമ്മളൊന്ന് ചിന്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയുള്ള സകലമായ സോഷ്യൽ മീഡിയ പേജിലും യൂട്യൂബിലും അങ്ങനെ എല്ലായിടത്തും ഇറാനെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇറാൻ ചെറുത്ത് നിൽക്കുന്നു, ഇറാൻ നാളെ US-നെ കത്തിക്കും, നാളെ 10 മിസൈൽ അങ്ങോട്ട് വിടുന്നുണ്ട്, ഇറാനേക്കാളും അപ്ഡേറ്റ്, അതായത് ഇറാൻ ഗവൺമെന്റിനേക്കാളും അപ്ഡേറ്റ് ഉള്ളത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ സ്റ്റാർസിനാണെന്ന് ഞാൻ പല സമയത്തും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരെയൊക്കെ ഡയലോഗ് അടി കേട്ടിട്ട് ഞാനൊന്ന് ന്യൂസ് വെച്ച് നോക്കും. അന്നേരം ന്യൂസ് വെച്ച് നോക്കുമ്പോൾ എന്താ, ഇതാ ഇറാൻ തിരിച്ചടിക്കുന്നു, ഇതാ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ എടുത്ത് ലോഞ്ച് പാഡിലേക്ക് കൊണ്ടുപോകുന്നു, ഇറാൻ ഏത് നിമിഷം ഇസ്രായേലിനെ അച്ചാരമാക്കും, അങ്ങനെയുള്ള രീതിയിലാണ് വേറെ കുറെ ന്യൂസ് ചാനൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ഉണ്ടാക്കണം. അന്നേരം ഇതാ ഇറാൻ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ ഗൾഫ് കൺട്രീസിനെ മുഴുവൻ ആക്രമിക്കും, ഗൾഫ് മലയാളികൾ ആശങ്കയിൽ, അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അനാവശ്യ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടതാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിനകത്ത് ലേശമൊക്കെ ഒന്ന് വിട്ടു നിന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റിപ്പോർട്ടർ, പിന്നെ 24 എന്നുള്ള ചാനലുകൾ, റിപ്പോർട്ടറിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. ഓലെന്തോ മറ്റേ റിയാലിറ്റി ഷോയിൽ മറ്റേ ഇത് അനൗൺസ് ചെയ്യുന്നതിനോട്ട് അതാ അവിടെ ഒരു മിസൈൽ, ഇവിടെ ഒരു മിസൈൽ, അത് ആകാശത്തൂടെ മിസൈൽ ആണെന്ന് തോന്നുന്നു, പക്ഷി പറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ഡ്രോൺ ആണെന്ന് തോന്നുന്നു. ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ രീതിയിലുള്ള റിപ്പോർട്ട് നോക്കിയാണ് കണ്ടത്. അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുടെ അത്താണികൾ, അതായത് പ്രത്യാശ അല്ലെങ്കിൽ ഭാവി ഒക്കെ ഉള്ള നാടുകളാണിത്. അപ്പം അതിലേക്ക് വരുന്നതിന്, അപ്പൊ അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഇവരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ വളരെ വലുതാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിലും അതിലും ഒക്കെ ഇങ്ങനെ ചാടി വീണ് ഇറാനെ ഗ്ലോറിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ഇറാൻ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് ഇറാനുമായിട്ട് നയതന്ത്രപരമായിട്ടുള്ള ടൈപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അലി ഖമനേയി എന്ന് പറയുന്ന വ്യക്തി പല സമയത്തും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഇൻ ദ സെൻസ്, അതായത് ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം കശ്മീർ, അത് ഇന്ത്യക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചില്ലെങ്കിലും ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ അലി ഖമനേയി. അപ്പോൾ അത് പോരാണ്ട് തന്നെ പണ്ടേ ഇയാൾ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ പണ്ടേ പറഞ്ഞിട്ട് നമുക്ക് ന്യൂക്ലിയർ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ US-നും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അന്ത്യം എന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തി, ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപിത നയങ്ങളിൽ ഇതുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് പല രീതിയിലുണ്ട്. ഒരു 20% ഒക്കെ മതി മറ്റേ യുറാനിയം സമ്പുഷ്ടീകരണത്തിന്, ഊർജ്ജാവശ്യങ്ങൾക്ക്, അതിനൊക്കെ ഉള്ള. ഇറാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് കരാറിൽ ഒപ്പിടുക, അതിനുശേഷം പിന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിന്റെ പരിശോധനകൾക്ക് സമ്മതിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇറാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലും കൂടുതൽ 80% ആയി എന്ന് പറയാം, 90% അങ്ങാണ്ട് മതി എന്തിന് ആണവായുധം നിർമ്മിക്കുക. അപ്പൊ അവർ അത്ര അടുത്തെത്തി കഴിഞ്ഞു.
അപ്പം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടതാക്കിയത്? അതേ സമയത്ത് ഒന്ന് ഒഴിഞ്ഞു നിന്ന് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് സാധിക്കില്ല. പക്ഷേ US-ന്റെ ഇസ്രായേലിന്റെയും ആധിയും വ്യാധിയും ഒക്കെ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശരിയല്ലേ, അപ്പുറത്തെ അയൽക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽക്കാരൻ ദിവസവും നമ്മളെ കൊല്ലും അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കും എന്ന് ആണായിട്ട് പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞൊരു വ്യക്തി അങ്ങനെ അത് അവൻ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഉയർന്നു വന്നിട്ട് നൈസായിട്ട് നമ്മളെ പറമ്പിലേക്ക് വേറെ ഏതിൻ്റെ ഇത് നമുക്ക് എന്ത് കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവനെ സംശയമായിരിക്കും. അതായത് അവനൊരു തെങ്ങ് നട്ടാലും നമ്മളെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെങ്ങ് വലുതാക്കിയിട്ട് അവനക്ക് വെട്ടി എൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് ഇടാനാണോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് അടിക്കാനാണോ എന്ന് ഉള്ള സംശയമൊക്കെ നമുക്ക് വരും. അതുപോലത്തെ ഒരു സംശയമായിരിക്കും ഒരു പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായത്. ആ സംശയത്തിന് ഒരു ടേക്ക് എടുക്കാതെ അത് ആദ്യം മുളയിലെ അങ്ങ് നുള്ളിക്കളയാം എന്നാണല്ലോ നമ്മൾ പറയാം, മുളയിലെ നുള്ളുക എന്നല്ല. അതായിരിക്കാം അവർ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ഞാൻ യുദ്ധത്തിനെ ന്യായീകരിക്കില്ല. ഇനിയിപ്പോൾ അതും പറഞ്ഞ ആൾക്കാരുണ്ട് ഇവ യുദ്ധത്തിന് ഭയങ്കര ന്യായീകരണം അല്ല, ഞാൻ അവരുടെ മെന്റാലിറ്റിയെ പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവരോടൊക്കെ എനിക്ക് സംസാരിക്കാനുള്ളത്, ഈ നിങ്ങൾ US-നാലൊക്കെ കിരാത രാജ്യം, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കിരാതൻ, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അതുപോലെ തന്നെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഗൾഫ് കൺട്രീസ് ഇൻവെസ്റ്റ് ചെയ്ത ബില്യൺസ്, അതായത് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഗൾഫ് കൺട്രികൾ ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ ചുടുകാടായനെ. നമ്മുടെ നാട്ടിലുള്ള പല വീടുകളിലും കരച്ചിൽ തീരാൻ മാസങ്ങളും വർഷങ്ങളും എടുത്തേനെ. കാരണം കുടുംബമൊട്ടാകെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അത്താണികൾ, അതായത് ഭാവി അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായും സന്തോഷപരമായിട്ടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മരണപ്പെട്ടേനെ. അവർക്കൊക്കെ ഒരുപാട് ജീവഹാനി ഉണ്ടായേനെ. ഇപ്പൊ തന്നെ ഈ ഒരു ആക്രമണത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട് മറ്റുള്ള ഈ രാജ്യക്കാരെ ഒഴിച്ചു നിർത്തി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഇന്ത്യക്കാർക്കാണ് തോന്നുന്നത്. ഇപ്പൊ കപ്പലാക്രമണം, അതിൻ്റെ അകത്തോട്ട് 2 ആൾക്കാർ, അതിനുശേഷം 1 പിന്നെ 2 പേര് കാണാതായി. അവർ മരിച്ചതായിട്ടായിരിക്കാം, ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഈ കാട്ടിക്കൂട്ടലിന്. കശ്മീരിൽ ശക്തമായ പ്രതിഷേധ റാലി നടക്കുന്നു, കേരളത്തിൽ പ്രതിഷേധ റാലി നടക്കുന്നു, അതുപോലെ ഇറാന്റെ ചെറുത്തുനിൽപ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആൾക്കാരിങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് അടിച്ച് വിട്ടാണ്. എന്ത് കണ്ടിട്ടാണ് ഇറാൻ യുദ്ധത്തിൽ, ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ ആട്ടപ്പാട്ടലം തകർന്ന് തരിപ്പണമായി നിൽക്കുക. ഇറാൻ ഒരു സാധനമില്ല. ഇറാൻ ആകെ കൺട്രോൾ വരും. ഇറാന് പറ്റൂ. ഞാൻ ചോദിക്കുന്നു, ഇറാൻ ഒരു ബോംബോ ഒരു മിസൈൽ US-ൽ ഇടാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഇറാന്റെ പരാജയം. ഇറാന് പിന്നെ ഇസ്രായേലിലേക്ക് വിട്ടു. നെതന്യാഹു ഒളിച്ചോടി എന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് ഇന്നലെ ആക്രമണം പിന്നെ മിസൈൽ വീണ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അവിടെയുള്ള ആൾക്കാർക്ക് പിന്നെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ പുറത്തു വന്നു. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മൂഢസ്വർഗത്തു നിന്ന് അല്ലെങ്കിൽ എന്തോ ഒരു യുദ്ധത്തിന് നമ്മുടെ ആ ഒരു എന്താ പറയാ, പണ്ട് ഈ ബസ്സും കാറൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ റേസ് പോലെയൊക്കെ കണക്കാക്കുന്നത് വളരെ സങ്കടകരമാണ്. ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ ചാടി കയറി ഇപ്പം അങ്ങനെ അടിച്ച് കൊഴുപ്പിക്കുന്ന ആൾക്കാരൊക്കെ കരഞ്ഞേനെ, ഒരുപക്ഷെ കരഞ്ഞേനെ. ഈ കാര്യം, ഇറാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നിരുന്നെങ്കിൽ. ഇറാൻ ഇത്രയും മിസൈൽ അയച്ച ചുമ്മാ എന്താക്കാനാ? വേറൊന്നിനല്ല. ഈ ഇറാൻ അത് ചെയ്തത് തന്നെ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ചെയ്തത്. കുറെ ആൾക്കാർ മരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഈ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ചതിന് ശേഷം അതൊരു ഇന്റർനാഷണൽ പ്രഷർ ആവുകയും യുദ്ധം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രഷർ അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ മുന്നിൽ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്തത്. അതുകൊണ്ടാണ് അവർ സിവിലിയൻ മേഖലകൾ ആക്രമിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. ചെല്ലി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാരണം സങ്കടമല്ല, ചിരി വന്നു. കാരണം അവർ പറയുന്നത് വേറെ രീതിയിൽ, അതായത് US നേവൽ ബേസിസിലേക്ക് വിട്ട ഡ്രോണുകളും അതുപോലെ തന്നെ US നേവൽ ബേസിസിലേക്ക് വിട്ട മിസൈലുകളും, ചില ഡ്രോണുകൾ ലക്ഷ്യം തെറ്റി തിരിഞ്ഞ് ചിലപ്പോൾ മറ്റേ ബിൽഡിങ്ങിൽ വീണായിരിക്കും, റെസിഡൻഷ്യൽ ഏരിയയിൽ പോയതായിരിക്കും എന്നൊക്കെയാണ്. എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പിന്നെ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഈ സാധനം പോയി വീണിട്ടുണ്ട്. ഒരാള് പിന്നെ ഖത്തറിലൊരു വ്യക്തി, അതായത് പിന്നെ ഇങ്ങനെ കുലുങ്ങുകയാണ് ഇത് ഇതാക്കിയിട്ട്. നിങ്ങൾ അവിടെയൊക്കെ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർക്ക് നാടൊന്ന് പോയി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ കുലുങ്ങുകയാണ് വീടും ബിൽഡിങ്ങും ഒക്കെ, ഓരോ സാധനം ഇങ്ങനെ പോകും. നിങ്ങൾ നാട്ടിലുള്ള വെടിക്കെട്ടിനുള്ള പൂരപ്പറമ്പ് പോയിട്ടുള്ള വെടിക്കെട്ടല്ലത്. ഇങ്ങനെ 1 അട വീണ് 2 അട വീണ് എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് അല്ലെങ്കിൽ മത്സരം പോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ന്യൂസ് ചാനലിലും ചാമ്പി അടിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും ഭീതിയിലാണ്.
പലരും വിചാരിക്കുന്നത് നമ്മൾ സേഫാണ്, നമ്മൾ സേഫ്. നിങ്ങൾ ആരും സേഫ് അല്ല, ഗൾഫ് കൺട്രീസ് ഒന്നും സേഫ് അല്ല. കാരണം ആ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ബ്രീച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ജഗപൊകയായിട്ട് വീഴും ഇതിലേക്ക്. ഇതൊന്നും അല്ല നമ്മൾ കാണുക. എൻ്റെ ഫ്രണ്ട് അവരൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്വന്തക്കാരും ബന്ധക്കാരും ഉള്ളത്. അതുപോലെ തന്നെ ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പണ്ട് അങ്ങനെ ഞാൻ പ്രവാസിലിരിക്കുന്ന സമയത്ത് ഇറാൻ ഒരു ഭീഷണിയൊക്കെ ഉണ്ടത്. ദുബായ് പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ഇറാൻ എന്ന് പറഞ്ഞു. ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ദുബായ് പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദുബായ് പിന്നെ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ഞങ്ങൾ ദുബായി ആക്രമിക്കുന്നു. അപ്പോൾ ഞാൻ അന്നേരം ദുബായിലായിരുന്നു. അപ്പോൾ പിന്നെ രാത്രിയൊക്കെ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ പേടി, എന്തേ ഡും എന്നുള്ള ശബ്ദം എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ മിസൈൽ എന്തോ വന്ന് വീണുന്നത്. കാരണം തൊട്ടടുത്താണല്ലോ, അധികം ദൂരമൊന്നും വേണ്ട, ഒരു ചെറിയ റേഞ്ചുള്ള മിസൈൽ ധാരാളമാണ് നമ്മളെ ആക്രമിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര്, നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ബാധിക്കുമായിരുന്നു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ഒരു കുറെ കാര്യങ്ങൾ ശരിയുടെ കൂടെ നിൽക്കുക. പലരും പറയുന്നുണ്ട്, പലരും ചില കമന്റുകളൊക്കെ ഇന്ത്യക്ക് ഒരു ഗട്ട്സ് ഇല്ല, ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, നരേന്ദ്രമോദിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെയുള്ള രീതിയിലൊക്കെ കമന്റ് ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തിനെ പോലും വിശ്വാസമല്ല. സ്വന്തം ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് ഇന്ത്യൻ സോയിലിൽ നിന്നുകൊണ്ട് ഈ നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ സ്വന്തം രാജ്യത്തിനെ അവമതിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വളരെ സങ്കടകരമായ ഒരു അവസ്ഥ അത്. ലോകത്ത് വേറെ കാണാൻ കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അവസ്ഥയിലും സ്വന്തം രാജ്യത്തിനെ തകർക്കാൻ 2 കുട്ടികളെ വീഡിയോ കണ്ടില്ല നോർത്ത് ഇന്ത്യ എന്നുള്ള. എന്താ സംഭവം അത്? ആ കുട്ടികൾക്കറിയോ? കുട്ടികൾ ഇതൊക്കെ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല, കുട്ടികൾക്ക് ആരോ പറഞ്ഞു കൊടുത്താണ്. കുട്ടികളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിലുള്ള തെറ്റാണത്. മുതിർന്നവർ കുട്ടികൾക്ക് തെറ്റായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിനുള്ള വികലമായ ആ മുതിർന്നവരുടെ വികലമായ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ആ കുട്ടികളിൽ കൂടെ വന്നത്. നരേന്ദ്രമോദി മരിച്ചാൽ ഞങ്ങൾ കരയൊന്നുമില്ല, ഞങ്ങൾ അവിടെ വേണേ അവിടെ പോയിട്ട് ഇസ്രായേലിനെ കുത്തിച്ചു 20 വർഷം ജയിലിൽ കിടന്നാലും ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. എന്ത് കഥയത്? ഇറാൻ എന്താന്ന് ഇന്ത്യക്ക് വേണ്ടി ചെയ്ത്? ഇറാൻ അങ്ങനെ കൂടുതലായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്തതിനൊക്കെ പൈസ അങ്ങോട്ട് കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ നടക്കുന്നത് എന്താന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ എന്താ പറയാ മുതലെടുപ്പ് രാഷ്ട്രീയം, അതുപോലെ തന്നെ മുതലെടുപ്പുകൾ നടത്താതെ ഇത് ഇറാൻ ചെയ്ത കാര്യത്തിന് ഒരു ന്യായീകരണമില്ല. ഇറാൻ ചെയ്തത് നമുക്കെതിരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കെതിരെയാണ്, നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും എതിരെയാണ് എന്നുള്ള എന്താ പറയാ തുറന്ന നഗ്ന സത്യം മനസ്സിലാക്കാൻ പ്രബുദ്ധ മലയാളികൾക്ക് എത്ര കാലമെടുക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. എത്ര കാലമെടുക്കും? കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇറാൻ ചെയ്ത കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന മാധ്യമങ്ങളോടും അതുപോലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. ഇറാന്റെ നിൽക്കക്കള്ളി തന്നെ ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇറാൻ ഇപ്പൊ ചെയ്യുന്നത് അവസാനത്തെ ആ ഒരു ആളിക്കത്തൽ ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. ആ ആളിക്കത്തൽ കൂടെ ചെറുക്കാൻ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. കാരണം അത് ചെറുക്കാനായാൽ ഓക്കെ, ചെറുക്കാനായില്ലെങ്കിൽ വളരെ വലിയ ദുരന്തമാണ് കേരളത്തിലുള്ളവർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും, അതായത് ഇന്ത്യയിലുള്ള മറ്റുള്ളവർക്ക്, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇതാകുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേർ മരണപ്പെട്ടാൽ, നിങ്ങൾ ഇതേപോലെ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ട് അവരുടെ ശവശരീരങ്ങൾ വരുമ്പോൾ അപ്പോഴും നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തൽപരരാണെങ്കിൽ നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്തോളൂ. അവരോട് എനിക്കൊന്നും പറയാനില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗുഡ് ബൈ.